കെ മുരളീധരൻ അനുനയ നീക്കത്തിന് വഴങ്ങുന്നുവെന്ന റിപ്പോർട്ട് നമ്മൾ നേരത്തെ നൽകിയിരുന്നതിന്റെ വിശദാംശങ്ങൾ കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ഈ മാസം 22-ന് കോഴിക്കോട് നടക്കാവിലെ വീട്ടിൽ കെ മുരളീധരനും കെ സി വേണുഗോപാലും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കും. കെ മുരളീധരന്റെ പരാതിയിൽ ഇടപെടാം എന്നുള്ള ഉറപ്പിപ്പോൾ കെ സി വേണുഗോപാൽ AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി നൽകിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇപ്പോൾ പന്തളത്തേക്ക് തിരിച്ചിരിക്കുന്നത് എന്നാണ് വിവരം. സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സൂരജ്, ഈ കെ സി വേണുഗോപാൽ അപ്പോൾ മുരളീധരനുമായി സംസാരിച്ചോ? അതാണ് അദ്ദേഹം ഇപ്പോൾ അനുനയത്തിന് വഴങ്ങിയിരിക്കുന്നത്? സൂരജ്, തീർച്ചയായും ഉന്മേഷ്, അത് തന്നെയാണ്. ഇതിനകത്ത് AICC ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള കെ സി വേണുഗോപാലിന്റെ നിർണായക ഇടപെടലാണ് ഇപ്പോൾ പന്തളത്തേക്കുള്ള കെ മുരളീധരന്റെ മടങ്ങിവരവിലേക്ക് നയിച്ചിരിക്കുന്നത്. കെ മുരളീധരൻ തന്റെ അതൃപ്തി അത് നേതൃത്വത്തോട് വ്യക്തമാക്കിയിരുന്നതാണ്. ആ സമയത്ത്, അതായത് അതിൽ ഒരു മുഖവിലക്ക് എടുത്തില്ല എന്ന് മാത്രമല്ല, അതിലൊരു മറുപടി പോലും ലഭിക്കാത്ത സാഹചര്യമായിരുന്നു എന്നുള്ളതാണ് ഇദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. പിന്നീടാണ് അദ്ദേഹം ഇന്നലെ രാത്രിയോടുകൂടി തൃശ്ശൂരിലേക്ക് എത്തുന്നത്. പിന്നീട് ഫോൺ തന്നെ സ്വിച്ച് ഓഫ് ചെയ്യുകയായിരുന്നു. ഈ വാർത്തകൾ പുറത്തു പശ്ചാത്തലത്തിൽ ഇതിന്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് പിന്നീട് ഈ അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങളെല്ലാം സംസാരിച്ച് അനുനയിപ്പിച്ചാണ് പിന്നീട് ഈ ഫോൺ ഓൺ ചെയ്യുന്നതും ഈ കെ സി വേണുഗോപാൽ അദ്ദേഹവുമായി ബന്ധപ്പെടുന്നതും. 22-ാം തീയതി കോഴിക്കോട്ടെ വീട്ടിലെത്തി കെ സി വേണുഗോപാൽ നേരിട്ട് ചർച്ച നടത്താം എന്നുള്ളതാണ് നൽകിയിരിക്കുന്നത്. നിലവിൽ കെ മുരളീധരൻ മാറി നിന്നാൽ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് കോൺഗ്രസിനെ പ്രതികൂലമായി ബാധിക്കുമെന്നും അതുകൊണ്ട് തന്നെ മടങ്ങി വരണമെന്ന അഭ്യർത്ഥനയുമാണ് കെ സി വേണുഗോപാൽ മുന്നോട്ട് വച്ചത്. കെ സി വേണുഗോപാലിന്റെ അഭ്യർത്ഥന അത് ശിരസാ വഹിച്ചു കെ മുരളീധരൻ എന്ന് വേണം കണക്കുകൂട്ടാൻ. അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവരുമായി ഈ കാര്യങ്ങൾ സംസാരിച്ചു. അതുകൊണ്ട് തന്നെ കെ സി വേണുഗോപാലിന്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് അടിയന്തരമായി മടങ്ങിപ്പോകാൻ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഗുരുവായൂരിൽ നിന്ന് റോഡ് മാർഗം ഇപ്പോൾ ഇദ്ദേഹം പന്തളത്തേക്ക് യാത്ര തിരിച്ചിരിക്കുന്നു. ഉന്മേഷ്, ഇപ്പോൾ ഈ കെ മുരളീധരന്റെ നോമിനിയായി ഒരാൾ മാത്രമേ അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുള്ളൂ, ഒരാളെ മാത്രമേ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എന്നറിയുന്നു. അപ്പോൾ അദ്ദേഹത്തെ ഉൾപ്പെടുത്താമെന്നൊരു ഉറപ്പ് അത് ഇതിനോടകം കിട്ടിയിട്ടുണ്ടോ? അങ്ങനെയാണോ കരുതേണ്ടത്? ഉന്മേഷ്, കെ മുരളീധരൻ മുന്നോട്ട് വെച്ചത് ഒരേ ഒരു നോമിനിയാണ്. അത് പോലും പരിഗണിക്കപ്പെട്ടില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പരിഭവം. ഇന്നലെ KPCC പ്രസിഡന്റ് തൃശ്ശൂരിലെത്തിയ സമയത്ത് നമ്മൾ ചോദിച്ചതാണ്, ഈ മുതിർന്ന നേതാക്കളുമായെല്ലാം ഈ പുനഃസംഘടനയുടെ ഭാഗമായുള്ള കൂടിയാലോചനകൾ ഉണ്ടായോ എന്ന് ചോദിച്ചപ്പോൾ നോ കമന്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. അപ്പോൾ വീണ്ടും ആവർത്തിച്ച് ചോദിച്ചു, എല്ലാം നിശ്ചയിച്ചത്, പട്ടിക തയ്യാറാക്കിയത് ടീം KPCC ആണോ എന്ന് ചോദിച്ചപ്പോൾ അത് പാർട്ടി അധ്യക്ഷനോട് ചോദിക്കൂ എന്നുള്ളതായിരുന്നു ഈ പ്രതിപക്ഷ നേതാവിന്റെ പോലും മറുപടി. അങ്ങനെ ഈ മുതിർന്ന നേതാക്കളെ സംബന്ധിച്ച് ഈ പുനഃസംഘടനയ്ക്ക് പിന്നാലെ കടുത്ത അതൃപ്തി അത് രൂപപ്പെട്ടതാണ്. അത് പക്ഷെ ഒരു പൊട്ടിത്തെറിയിലേക്ക് പോയത് കെ മുരളീധരനിലൂടെയാണ്. അദ്ദേഹം പറയുന്നത് താൻ നിർദ്ദേശിച്ചത് ഒരേ ഒരു പേരാണ്, ആ പേര് പോലും പരിഹരിക്കാൻ തയ്യാറായില്ലെങ്കിൽ പിന്നെ ഈ പ്രസ്ഥാനവുമായി യോജിച്ച് മുന്നോട്ട് പോകുന്നതിൽ എന്ത് കാര്യമുണ്ട് എന്ന തരത്തിലുള്ള അദ്ദേഹത്തിന് കടുത്ത പരിഭവവും പ്രതിഷേധവും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഗുരുവായൂരിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചത്. പിന്നീട് സ്വാഭാവികമായി അദ്ദേഹം മടങ്ങുന്ന സാഹചര്യത്തിൽ നേതൃത്വം ഇടപെടാനുള്ള ഒരു സാധ്യതയുണ്ട്. അത്തരമൊരു ഇടപെടൽ പോലും ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഫോൺ അടക്കം സ്വിച്ച് ഓഫ് ചെയ്തത്. പക്ഷേ ഇത് വാർത്തയാകുന്നു. വാർത്തയായതിന് പിന്നാലെ അത് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് അടക്കം പോയതോടുകൂടിയാണ് ഈ നേതൃത്വം തന്നെ കെ സി വേണുഗോപാൽ തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ട് അദ്ദേഹത്തോട് ഫോണിലൂടെ ഒരു അനുനയ ചർച്ചകൾ നടത്തുന്നത്. കെ മുരളീധരന് പറയാനുള്ളത് അത് നേരിട്ട് വീട്ടിലെത്തി കേൾക്കാം എന്നുള്ളതാണ് പറയുന്നത്. 22-ാം തീയതി കോഴിക്കോട്ടെ വീട്ടിലെത്തി എന്തൊക്കെയാണ് പറയാനുള്ളത് അതെല്ലാം കേൾക്കാം. അതോടൊപ്പം തന്നെ ഈ പ്രശ്നത്തിൽ ഒരു പരിഹാരം കാണാം എന്ന ഉറപ്പ് കെ മുരളീധരൻ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പന്തളത്ത് നടക്കുന്ന ഈ യാത്രയുടെ സമാപന വേദിയിലേക്ക് മടങ്ങി വരണം. കോൺഗ്രസ് ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വരുന്ന തെരഞ്ഞെടുപ്പ് ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് കേരളത്തിൽ ഒരു അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഒരുക്കിയെടുക്കുകയാണ് കോൺഗ്രസ്. മാറി എന്നാൽ പ്രതികൂലമായി ഇതെല്ലാം തന്നെ ബാധിക്കും. അതുകൊണ്ട് തന്നെ മടങ്ങി എത്തണമെന്ന് ഏതായാലും ഇപ്പോൾ അടിയന്തര ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. അതിന് അനുനയത്തിന് വഴങ്ങുകയാണ് ഇപ്പോൾ കെ മുരളീധരൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.